ലെൻസ് ഫെഡ് ഇത് എന്തായാലും വളരെ നല്ല രീതിയിൽ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉള്ള കുറേ സ്റ്റാളുകളാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ സ്റ്റാൾ മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ ലെൻസ് ഫെഡിൻ്റെ പ്രവർത്തന രീതി. അവർക്ക് എല്ലാ മേഖലയും ഒന്ന് ടച്ച് ചെയ്യാനായിട്ടും എല്ലാ മേഖലയിൽ നിന്നും ഒരു ചെറിയ അവയർനെസ് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ള ഞാനും എല്ലാ സ്റ്റാളുകളും പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞങ്ങളിവിടെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെന്താ വെച്ചാൽ കുടിവെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ഫിൽറ്റർ വെക്കൂ എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ മോട്ടോ. അതെങ്കിൽ കുടിവെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അവന് ആവശ്യമുള്ള ഒരു ഫിൽറ്റർ മാത്രം വെച്ചാൽ മതി. ടെസ്റ്റ് ചെയ്യാതെ ഫിൽറ്റർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും നീക്കാൻ പാകത്തുള്ളൊരു ഫിൽറ്റർ നമ്മൾ വെക്കണം. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഓവറായിട്ട് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഏറ്റവും ചെറിയ ഒരെണ്ണം വെക്കുകയാണെങ്കിൽ ഇത് പോരാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അതൊരു നഷ്ടത്തിലായിരിക്കും. അതേപോലെ UV/UF എന്നുള്ള ഒരു സംഗതിയാണ് നമുക്ക് മിനിമം ആവശ്യമുള്ള സംഗതി. കാരണം ബാക്ടീരിയ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് രണ്ടും ആവശ്യമാണ്. ഇത് രണ്ടും മാത്രമുള്ള ഒരു ഫിൽറ്ററാണെങ്കിൽ 10,000 രൂപയിൽ താഴെ മാത്രമേ വരുള്ളൂ എന്ന് മാത്രമല്ല, കുടിവെള്ളം ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. പക്ഷേ അതിനകത്ത് മറ്റ് മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് മതിയാവാതെ വരും. അപ്പോൾ ഇതുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കണ്ട ഈ വെസൽ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് കുഴൽക്കിണറിനും മറ്റൊക്കെ വെക്കാൻ പാകത്തിലുള്ള സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് അയൺ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ, അമോണിയ നൈട്രേറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഞങ്ങളുടെ ഈ ലൈഫിലോട്ട് ഉള്ള ഏത് പ്രവർത്തനം നമുക്ക് അത് വെക്കുന്നവർക്ക് ഗുണകരമാക്കി മാറ്റി കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു ബെറ്റർ പ്രൊഡക്റ്റ് ഞങ്ങൾ ഈ ഭാഗത്ത് ഉണ്ട്. എൻ്റെ പേര് ലിയോ എന്നാണ്. ഞാൻ ഷാർപ്പ് കമ്പനിയുടെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. അപ്പോൾ നമ്മൾ ഈ ലൈഫായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു വേറൊരു സെഗ്മെൻറ്റ്, ഇവരുടെ ഒരു സെഗ്മെൻറ്റായിട്ട് നമ്മളൊരു ഫുഡ് വേസ്റ്റ് ക്രഷർ എന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്. ഇതൊരു ഫ്യൂച്ചറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റാണ് നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ളൊരു ഇഷ്യൂ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡൊമസ്റ്റിക് ക്രഷർ എന്ന് പറഞ്ഞൊരു സംഭവമാണത്. ഷാർപ്പ് ബേസ് ചെയ്തിട്ടാണ്, ഷാർപ്പ് കമ്പനിയുടെ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡൊമസ്റ്റിക് ഒരു സിങ്കിൻ്റെ അടിയിൽ ഒരു കപ്പിൾ ചെയ്ത് കൊടുത്ത് ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ക്രഷ് ചെയ്ത് പൾപ്പ് രൂപത്തിലാണ് അത് ഔട്ട്സൈഡ് പോകുന്നത്. അപ്പോൾ ഒരു ബെമ്പറം വിഷയത്തിന് ശേഷം ഈ ഒരു സെഗ്മെൻറ്റ് ഭയങ്കരമായിട്ടൊരു ഒരു എക്സ്പോഷർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വേസ്റ്റ് ഇപ്പോൾ മുനിസിപ്പാലിറ്റികളൊന്നും ഇപ്പോൾ എടുക്കണില്ല. എന്താ വിഷയം എന്ന് വെച്ചാൽ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്താണ് തീയും കാര്യങ്ങളും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇതൊരു മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ടൈപ്പും അങ്ങനെ എല്ലാ റേഞ്ച് പ്രൊഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. സ്ലറി പമ്പ്സ്, വേസ്റ്റ് അടിക്കാനുള്ള ഒരു സെഗ്മെൻറ്റ് ഓഫ് ഇത് ഷാർപ്പിൻ്റെ ഒരു ഹൗസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരെ അസോസിയേറ്റ് ചെയ്തിട്ട് ഈ ലൈഫായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ വളാഞ്ചേരിയിൽ വരുന്ന സമയത്ത് അങ്ങനെയൊന്നുമല്ല, ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ് അവർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമേ വെള്ളം ടെസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വരുന്ന വീടുകളിൽ നിന്നാണ്. അവർക്കറിയാം വീടുകളിൽ വെള്ളം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് സേഫാക്കിയിട്ട് മാത്രം ഉപയോഗിച്ചാലേ ശരിയാവുള്ളൂ. ഒരുവിധം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും മെച്ചമായിട്ട്, അതായത് ആരോഗ്യം മെച്ചപ്പെടുത്തി നിർത്തണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള സംഗതി വെള്ളമാണല്ലോ. ആ വെള്ളം നല്ല വെള്ളമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യം എല്ലാവർക്കും ഉണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് വീട്ടിൽ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും മറ്റേ ഹോട്ടലുകളും അവർക്ക് ശ്രദ്ധിക്കേണ്ട. അവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവരെ പിന്നാലെ ശ്രദ്ധിപ്പിക്കാനായിട്ട് മുനിസിപ്പാലിറ്റികളുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്. അതുകൊണ്ട് അവരെന്തായാലും ശ്രദ്ധിച്ചു പോകും. പക്ഷെ നമ്മൾ വീട്ടിലെ കാര്യം നമ്മൾ അറിയാതെ, നമ്മൾ അജ്ഞരായതുകൊണ്ട് നമ്മളുടെ നമ്മളങ്ങനെ ഇഗ്നോർ ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് അറിയില്ല. അറിയുമെങ്കിൽ ഏതൊരു വീട്ടമ്മയും ഇതെന്തായാലും വെള്ളം ടെസ്റ്റ് ചെയ്തത് ഓക്കെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. കാരണം അവരുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡെയിലി എന്നുള്ള മട്ടിൽ ഞങ്ങൾക്ക് വരും. മറ്റത് സീസണലായിട്ട് മാത്രം വരുന്നല്ലേ. ഇവിടെ ഞങ്ങൾ ഒരു കാര്യം കൂടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടായിരിക്കും ഈ ഇരിക്കുന്ന സംഗതികളിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ളതാണ്. അപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇത് ഞങ്ങളിത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ഇങ്ങനൊരു സംഗതി എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. കാരണം വെച്ചെങ്കിൽ ഇത് നമ്മൾ വീടിനകത്തുള്ള വേസ്റ്റ് ഉണ്ടല്ലോ, ഫുഡ് വേസ്റ്റും വെജിറ്റബിൾ വേസ്റ്റും മറ്റൊക്കെ ആയിട്ട് വരുന്ന ഇത് നമ്മൾ എവിടെയും കൊണ്ടിട്ട് കാക്ക പൂച്ച ഒക്കെ കടിപിടി കൂടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വീട്ടിലങ്ങനെ പിന്നെ എന്താ പറയുക ഒരു വൃത്തിഹീനമായിട്ട് കിടക്കുന്നൊരവസ്ഥയിലുണ്ട്. ഇത് അതിന് പകരമായിട്ട് അത് വളമാക്കി മാറ്റാവുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസലാവും ചെയ്യും, അത് നമുക്ക് വളം കിട്ടുകയും ചെയ്യും. ഈ വളം നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാനും മറ്റൊക്കെ യൂസ് ചെയ്ത് വരുന്നു. ഇത് അതിലോട്ട് വേണ്ടിയിട്ടും കൂടിയാണ് ഈ മറ്റേ ഗ്രൈൻഡർ എന്നുള്ളൊരു സാധനം കൂടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നുവെച്ചെങ്കിൽ
അത് ദഹിക്കാനായിട്ട് ഇപ്പോൾ ഈ എല്ലും മറ്റുമൊക്കെ വരികയാണെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം വരില്ലേ? അപ്പോൾ ഇതാണ് വളരെ എളുപ്പമായി. നമ്മൾ കാനൻ സ്വിച്ചസിൻ്റെ കമ്പനിയിൽ നിന്നാണ്. മൊബീസ് എന്നാണ് പേര് വരുന്നത്. എങ്ങനെയാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂഷനാണ്. കാലിക്കറ്റാണ് അതിൻ്റെ ഓഫീസ് വരുന്നത്. മലപ്പുറം ഇവിടെ നമ്മൾ ഹരിയായിട്ട് വളാഞ്ചേരി യൂണിറ്റിലുണ്ട്. പിന്നെ അടക്കാൽ പുത്തനത്താണി ഷോപ്പുകളുടെ സാധനം കിട്ടുന്നുണ്ട്. 25 വർഷമായി നമ്മൾ ഈ സ്വിച്ചസ് കമ്പനി മാർക്കറ്റിലുണ്ട്. അപ്പം ഇതിൻ്റെ പുതിയ ബ്രാൻഡാണ് ടിറ്റോ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ സ്വിച്ചസിൻ്റെ പേര്. 10 വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട്. പല മോഡലുകളുണ്ട്. ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. കുറച്ചും പ്രീമിയം റേഞ്ചിലേക്ക് ഗ്ലാസ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഷോറൂമിലും എല്ലാ ഷോപ്പുകളും മലപ്പുറം ഒരുവിധം എല്ലാ ഷോപ്പുകളും സാധനം കിട്ടുന്നുണ്ട്, അവൈലബിൾ ആണ്. കുറേ ലൈക്ക് ആവുന്നുണ്ട്, കുറേ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, കുറേ ആൾക്കാർ നമുക്ക് സർവീസിങ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇന്നോവേസ് ഫയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു ഫയർ ഫൈറ്റിംഗ് കൺസൾട്ടൻസി. അപ്പോൾ ബിൽഡിങ്ങിന് ആവശ്യമായ എല്ലാ ഇനീഷ്യൽ NOC മുതൽ ഫൈനൽ NOC വരെയുള്ള എല്ലാ ഇൻസ്റ്റാളേഷനും സംഭവങ്ങളും ഫുൾ സർവീസ് ചെയ്തു കൊടുക്കുന്ന ഞങ്ങളുടെ ഓഫീസ് വരുന്നത് തിരൂരാണ്. പിന്നെ കാലിക്കറ്റും ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ 7 വർഷത്തോളമായി ഞങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. കുഴപ്പമില്ലാതെ എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സിനാണ്, ഏരിയയിലെ എഞ്ചിനീയേഴ്സിനാണ് കിട്ടേണ്ടത്. അവരെ പരമാവധി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും തിരൂരാണോ ഹെഡ് ഓഫീസ് വരുന്നത്. കമ്പനി ചാങ്കി ലൈറ്റ്സ്. ചാങ്കി ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു മുംബൈ ബേസ്ഡ് കമ്പനിയാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. പക്ഷേ ഒരു പ്രീമിയം ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സുകളാണ് കമ്പനിയിൽ ചെയ്യുന്നത്. നമുക്ക് ഓട്ടോമേഷൻ ലൈറ്റ്സ് നോർമൽ ലൈറ്റ്സും ഇൻഡോർ ഔട്ട്ഡോർ കൊമേഴ്ഷ്യൽ ലൈറ്റ്സ് എല്ലാ റേഞ്ച് ഓഫ് ലൈറ്റ്സുകളും വരുന്നുണ്ട്. ഇത് ഇവിടെ വെച്ചതൊന്നും അല്ല, നമുക്ക് ഓൾമോസ്റ്റ് 2100 പ്രൊഡക്ട്സ് റേഞ്ചസ് തന്നെ ഉണ്ട്. ഓരോ ആപ്ലിക്കേഷന് പറ്റുന്ന ലൈറ്റ്സുകളും ഓരോ പ്രൊജക്ട്സിന് ഏത് ടൈപ്പ് ഓഫ് പ്രൊജക്ട്സിന് പറ്റുന്ന റേഞ്ചുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു 24 years ആയ കമ്പനിയാണ്, ലൈറ്റിങ്ങിൽ മാത്രം. അല്ലാണ്ട് ഒരു ബ്രാൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കൂടെ ചെയ്യുന്നതല്ല, ലൈറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഒരു കമ്പനി കൂടിയാണ് ചാങ്കി ലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വളാഞ്ചേരി ലുമാർക്കാണ് ഇവിടെ ചെയ്യുന്നത്. അവരിവിടെ അത്യാവശ്യം നന്നായിട്ട് നല്ല ലെവലിൽ ആർക്കിടെക്ചർ ലെവലിൽ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഷോപ്പ് ഏതാ? ലുമാർക്ക് നമുക്ക് സെലക്റ്റീവായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു നോർമൽ ഒരു കോമൺ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സുകളല്ല വരുന്നത്. കംപ്ലീറ്റ്ലി പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സെലക്റ്റീവ് ഡീലേഴ്സ് മാത്രമേ നമുക്ക് അക്രോസ് കേരളയിലുള്ളൂ. മലപ്പുറം ജില്ലയിൽ ലുമാർക്ക് ലൈറ്റ്സ് വളാഞ്ചേരി തിരൂർ ഈ 2 സ്ഥലത്തും ചാങ്കി പ്രൊഡക്ട്സ് നമ്മൾ ലൈറ്റിംഗ് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. അല്ല, നിർദ്ദേശങ്ങൾ തന്നെ നമ്മൾ നോർമലി നമ്മളൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്തിട്ട് അവിടെ എവിടെന്നെങ്കിലും കിട്ടുന്ന മാർക്കറ്റിലും അല്ല ഇവിടെ കണ്ട ലൈറ്റ്സുകൾ ഫിറ്റ് ചെയ്യുന്നതിന് പകരം പെർഫെക്റ്റ് ആയിട്ട് ലൈറ്റിംഗ് ചെയ്യുക. ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ലൈറ്റിംഗ്. പക്ഷേ അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട്. അതിന് പകരം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രൊജക്റ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു സർവീസും കൂടിയാണ് അതിൽ വരുന്നത്. ഈ എഞ്ചിനീയേഴ്സ് ഇതിന് എത്രയും മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. കാരണം അത്രയും എൻക്വയറികളും അത്രയും ആളുകളും ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ എല്ലാവർക്കും നമുക്ക് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്റ്റാളുകളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വന്ന് ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും അത് പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ എൻക്വയറി നടത്തി പോകാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നിരന്നിട്ടുള്ളത്. ഇതൊക്കെ എത്രയോ മുമ്പ്. അത് മാത്രമല്ല, ഇതിനകത്തുള്ള ഈ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മളായിട്ട് കണക്ഷൻ ഉള്ളതും അവരുടെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ സീത്ത് സാറ് അതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ ഈ എഞ്ചിനീയേഴ്സ് നമ്മളായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു അവരുടെ വർക്കുകളെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. കേർട്ടൻസ്, വാൾപേപ്പർ, അതുപോലെ കാർപ്പറ്റ്സ്, അങ്ങനെ അവരുടെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് കുറച്ചും കൂടെ മുന്നേ ഇവിടെ ചെയ്യേണ്ടതായിരുന്നു. വളാഞ്ചേരി എത്ര വർഷമായി വളാഞ്ചേരിയിലുണ്ട്? 27 വർഷമായി. 27 വർഷമായിട്ട് കാലയളവിലുള്ള ഒരു പാരമ്പര്യം കൂടി ഏൽപ്പിക്കും. അതെ, തീർച്ചയായും ഈ 27 വർഷമായിട്ട് ഇതുപോലുള്ള എഞ്ചിനീയേഴ്സിൻ്റെയും ഇതുപോലുള്ള വളാഞ്ചേരിയും പരിസരത്തുള്ള ആളുകളുടെ വർക്കുകളാണ് നമ്മൾ ഏറെക്കുറെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ വർക്കും ഇവിടെയുള്ള ഇപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ആളുകളും എഞ്ചിനീയേഴ്സ് നമ്മൾ ബന്ധമായിട്ടുള്ളതും അവരുടെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഉണ്ട്, കർട്ടൻസ് ഉണ്ട്, അതുപോലെ മെസ്സി കാർപ്പറ്റ് ഉണ്ട്, ബ്ലൈൻഡുകൾ, പിന്നെ ബെഡ് ഉണ്ട്, റീപോസ്, അതുപോലെ സുനിത്ര, കൊയറം അതുപോലെയുള്ള കമ്പനികളുടെ ബെഡുകളുണ്ട്. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഉണ്ട്, ബ്ലാങ്കറ്റ്സുകൾ, അങ്ങനെ ഇൻറ്റീരിയർ ഐറ്റംസ്, വാൾപേപ്പേഴ്സ്, എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാം നടന്ന് അതിലെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോ റൂമിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യേണ്ടത്, അതിൻ്റെ കേർട്ടൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ വാർഡ്രോപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഏത് ബെഡ്, എല്ലാം തന്നെ നേരത്തെ അവർ സ്റ്റഡി ചെയ്ത് എല്ലാം ഒരു പ്രിപ്പയർഡ് ആയിരിക്കും കസ്റ്റമേഴ്സ്. അതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അവർ എല്ലാം നെറ്റ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കടകൾ വഴിയാണെങ്കിലും ഇതെല്ലാം എൻക്വയറി
എൻക്വയറി നടത്തി എല്ലാം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും ഇപ്പം. അത് തീർച്ചയായും അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റീൽ ബിൽഡിങ്, കൊമേഴ്ഷ്യൽ ബിൽഡിങ് അങ്ങനത്തെയൊക്കെയാണ് ചെയ്യുന്നത്. സ്പേസ് ഫ്രെയിം, PB അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പുറത്തും ചെയ്തിട്ടുണ്ട്, കർണാടകയിലൊക്കെ ചെയ്തിട്ടുണ്ട്, തമിഴ്നാട്ടിലൊക്കെ വർക്കുണ്ട്. അങ്ങനെ വെങ്ങാട് ഇല്ലിക്കോട് ഭാഗത്താണ് ഞങ്ങൾ ഓഫീസ് വരുന്നത്. ഇപ്പോൾ എല്ലാവരും സ്റ്റീൽ ബിൽഡിങ്ങിലോട്ട് കൂടുതൽ എല്ലാവരും ആകർഷിക്കുന്നത് അങ്ങോട്ടാണ്. കാരണം എല്ലാത്തിനും നല്ല സുഖമാണ്. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് കമ്മി, കാരണം പിന്നെ വെയിറ്റ് ടു സ്ട്രെങ്ത്ത് അതാണ് മെയിൻ ഇതിൻ്റെ കാര്യം. ഹൈ റൈസ് ബിൽഡിംഗ് വരുമ്പം കൂടുതൽ സ്റ്റീൽ ബിൽഡിംഗ് ആയിക്കാരം കൂടുതൽ നല്ലത്. കാരണം വെയിറ്റ് കമ്മി ആയിക്കാരം, സ്ട്രെങ്ത്ത് കൂടുതൽ വയ്ക്കാരം. പിന്നെ കോൺക്രീറ്റ് ആകുമ്പോൾ കൂടുതൽ വെയിറ്റ് വരും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഫൗണ്ടേഷൻ അതിനുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടാണ് സ്റ്റീൽ കൂടുതൽ എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഷോപ്പിംഗ് മാൾ ഇഷ്ടംപോലെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം സ്റ്റീൽ ബിൽഡിങ്ങിലാണ് വരുന്നത്. നമുക്ക് മാർക്കറ്റിംഗ് നല്ല സുഖമാണ്. കാരണം ഇഷ്ടംപോലെ എഞ്ചിനീയേഴ്സിനെ പരിചയപ്പെടാൻ കുറേ കാര്യങ്ങളിൽ പഠിക്കാനൊക്കെ പറ്റും. എൻ്റെ പേര് ഷബീബ് എന്നാണ്. ജോൺസൺ കേബിൾസിൻ്റെ ഓൾ കേരള സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് മാനേജറാണ്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റേഞ്ച് ഓഫ് കേബിൾസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ്. UG, CG, LT, HT, കൈനാറ്, സബ്, അതുപോലെ ഹൗസിംഗ് കേബിൾസ്, എല്ലാ റേഞ്ച് ഓഫ് കേബിൾസും നമ്മൾ അവൈലബിൾ ആണെന്നുള്ളതാണ്. തീ പിടിച്ച് കഴിഞ്ഞാൽ ഫയർ റിട്ടാർഡൻറ്റ് കേബിൾസ് എല്ലാം നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളെ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി നോക്കുന്ന സമയത്ത് ഓൾ കേരള നമ്മുടെ പ്രോഡക്റ്റ് ലഭ്യമാണ്. ഇപ്പം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ ലെൻസ് ഫെഡിൻ്റെ കീഴിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാ ടൗൺസിലും ഇപ്പം മലപ്പുറം ഡിസ്ട്രിക്റ്റ് മൊത്തം നമുക്ക് വിവിധ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളെ സപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മളെ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ ലെൻസ് ഫെഡിൽ ഈ ഒരു സ്റ്റാള് കിട്ടിയതിൽ നമുക്ക് അതിയായ സന്തോഷം. ദോസ്തർത്തുമില്ല ഒരു വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ JCB ആയിട്ട് നിരത്തി കൊടുക്കും. പിന്നെ അത് പാദം കയറി കൊടുക്കും. പിന്നെ തറയ്ക്കുള്ള ആവശ്യമുള്ള മണ്ണുകൾ നമ്മൾ ഇട്ട് കൊടുക്കും. ഇതൊക്കെ പാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ലീഗലായിട്ടുള്ള നമ്പറുകൾ കൊണ്ടിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തും. വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. JCB ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, ടോറസ് ഉണ്ട്, ചെറിയ നിസാൻ ഉണ്ട്, 3 യൂണിറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട് നമ്മളടുത്ത്. തിരുവല്ലയിൽ എവിടെ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ആരും ഇവിടുന്ന് വിളിച്ചാലും നമ്മളടുത്ത് വണ്ടി എത്താത്ത സംഭവമാണെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളെ വണ്ടി വിളിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ തൃശ്ശൂർ പാലക്കാടിൻ്റെ ബർജറിൻ്റെ DSO ആണ്. സൂം പെയിൻറ്റ്സ് ഞങ്ങളുടെ ഓതറൈസ്ഡ് ഡീലറാണ് ബർജറിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നലെ നടക്കണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓടി വന്നതാണ്. ആക്ച്വലി നമ്മൾ പെയിൻറ്റിങ്ങിനോടനുബന്ധിച്ചിട്ട് A to Z എല്ലാ സർവീസും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് കമ്പനിയുടെ സൈഡിൽ നിന്നാണെങ്കിൽ കമ്പനിയുടെ ആൾക്കാർ എക്സിക്യൂട്ടീവ്സ് ഒന്ന് നോക്കിയിട്ട് നമുക്കൊരു പുതിയൊരു പെയിൻറ്റിങ് വർക്ക് കാണിച്ചാൽ നമുക്ക് പെയിൻറ്റിങ്ങിനോടനുബന്ധിച്ചിട്ട് വാട്ടർ പ്രൂഫിങ്, വുഡ് കോട്ടിങ്സ്, അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് പെയിൻറ്റിങ്ങിന്. അപ്പോൾ അതോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ വിളിച്ച് പറഞ്ഞതിന് അനുസരിച്ച് വന്ന് കൺസൾട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട് സൂം പെയിൻറ്റ്സ് ഉണ്ട്. വലിയ തന്നെയാണ് ഷോപ്പ് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ബർസ പെയിൻറ്റ്സ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറെയും ഒന്ന് രണ്ട് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. സഫയർ, ട്രൂ കോട്ട്, നെറോലാക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ ഷോപ്പ് കൂടി ഉണ്ട്, സൺ കളേഴ്സ്, കൊളത്തൂര്. പെൻസിലിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും വന്നിട്ട് പെയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചോളം ഒരു വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന സംഭവമാണ് പെയിൻറ്റിങ്. അതേസമയം വേറെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കംപ്ലയിൻസ് വരുമ്പോൾ മാത്രമേ കയറുള്ളൂ. പെയിൻറ്റിങ് അങ്ങനെയല്ല. നമ്മളൊരു ഫംഗ്ഷൻ വന്നു അല്ലെങ്കിൽ എന്തൊരു കാര്യം വന്നാലും പെയിൻറ്റിങ് കയറും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി പെയിൻറ്റിങ്ങിൽ കുറച്ച് കൂടുതലാണ്. അതിനോട് അനുബന്ധിച്ച് തന്നെ ഈ പറഞ്ഞ പോലെ പെയിൻറ്റർമാരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇപ്പോൾ വെൽ നോളജ് ആയിട്ടുള്ള പെയിൻറ്റേഴ്സാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റാണത്. മോയ്സ്ചർ മീറ്റർ എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ഈർപ്പം, അതുകൊണ്ട് നമ്മുടെ വാളിൻ്റെ ഈർപ്പം അറിയാൻ വേണ്ടി നോക്കുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു മോയ്സ്ചർ മീറ്റർ എന്ന് പറയുന്നത്. പേരെന്ന് പറയും. എൻ്റെ പേര് ഇസ്മായിൽ. ഞങ്ങൾ കസാറോ ലക്ഷറി ഇൻറ്റീരിയർ സോഫാസ്. മാനുഫാക്ചേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. മാനുഫാക്ചർ ചെയ്യുന്നത് പിന്നെ ഹോൾസെയിലാണ്. ഹോൾസെയിൽ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലക്ഷറി സോഫയാണ് ചെയ്യുന്നത്. ലക്ഷറി സോഫ ഷോറൂമിൽ ലഭ്യമാണ്. കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ലീഡ് ഷോറൂമിലും നമ്മളെ സോഫ ലഭ്യമാണ്. അതന്നെ പ്രീമിയം സോഫാസാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുൾ വർക്ക് ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റ് വർക്കുകൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. വളാഞ്ചേരിയും ഈ പരിസര മേഖലകളിലൊക്കെ ഉള്ള ഷോപ്പുകൾ ഏതൊക്കെയാണ്? വളാഞ്ചേരി ഇവിടെ അടുത്ത് വരുന്ന യുണൈറ്റഡ് വളാഞ്ചേരി, പിന്നെ ഒറ്റപ്പാലം, പാലക്കാട്, തിരൂര്, നമ്മുടെ കോട്ടക്കൽ, കോഴിക്കോട്, അവിടേക്കെല്ലാം നമ്മൾ വാറണ്ടി ഗ്യാരണ്ടിയൊക്കെ നന്നായിട്ട് കൊടുക്കുന്നത്. കാരണം ആ പ്രീമിയം സെഗ്മെൻറ്റിലാണ് നമ്മൾ കൊടുക്കുന്ന പൈസൻ്റെ സാധനമുണ്ട്. അപ്പോൾ അത് കാരണത്തിൽ ആ ഒരു കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കുറവാണ്.
നമ്മൾ എല്ലാം ആ ഒരു ഇതിൽ ചെയ്യുന്നത് കൊണ്ട് സ്പ്രിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാം ക്വാളിറ്റിയുടെ ചെയ്യുന്നു. പോക്കറ്റഡ് സ്പ്രിങ് ആണ് യൂസ് ചെയ്യുന്നത്, സിക്സ് ആക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ സോഫ്റ്റി ഫോമും കാര്യങ്ങളും കംഫർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ പക്ക ഒരു ഇതിൽ ആ ഒരു റേറ്റ് വരുന്ന സാധനത്തിനുള്ള വാല്യൂ മാനുഫാക്ചറിങ് അവിടെ തന്നെയാണ്. നമുക്ക് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ, അവിടെ ചെറിയൊരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടെന്ന് മാത്രം. ബാക്കി മാനുഫാക്ചറിങ്ങും നമ്മളെ ഓഫീസും എല്ലാം വരുന്നത് തിരേകപ്പുറം പൈലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ല ഫീഡ്ബാക്കാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊജക്ട് വർക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെൻസ്ഫെഡിൻ്റെ ഈ ഒരു ഏരിയയിലുള്ള എല്ലാ എഞ്ചിനീയേഴ്സും പിന്നെ ആർക്കിടെക്ട്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ അവരുടെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മളടുത്ത് ഇൻറ്റീരിയറിന് ആവശ്യമായിട്ടുള്ള A to Z വരെയുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ മൈക്കാണെങ്കിലും ഇപ്പോൾ PVC ഷീറ്റ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് അവൈലബിൾ ആണ്. പിന്നെ ലോക്ക്, ഡോറ് എല്ലാ മെറ്റീരിയൽസും നമ്മളടുത്ത് അവൈലബിൾ ആണ്. നമ്മൾ 20 വർഷത്തോളം ആവാനായി. പുത്തനത്താണ് സ്റ്റാളുള്ളത്. അല്ല ഓക്കെയാണ്. ഞങ്ങൾ ഐമാക് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ്. അതായത് CCTV എൻ്റെ പേര് യതീഷ്. ഐമാക് പ്ലാമന്തോളാണ്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ വന്നതാണ്. അപ്പോൾ കുറേ എഞ്ചിനീയേഴ്സിനെ നമ്മൾ ബന്ധപ്പെടാൻ പറ്റി. അതേമാതിരി കോൺട്രാക്ടേഴ്സിനെ കണ്ടു. അങ്ങനെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകണം സാർ. CCTV സിസ്റ്റംസ് ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് സാർ. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നെ കൂടുതൽ ആളുകൾക്കൊക്കെ സൗകര്യം എല്ലാ ഹോൾസെയിൽ കൂടുതൽ ഏരിയ ഒക്കെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ അങ്ങനെ വലിയ വീടുകൾ, ഫ്ലാറ്റുകൾ, ബിൽഡിങ്ങുകൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് ഒരു കോൺടാക്റ്റ് തന്നു. അവരൊരു നാളെ മുതൽ ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു ഉപകാരമായി ഇവിടെ വന്നത് സ്റ്റാൾ ഇട്ടതും. ലൂക്കറിനെയാണ് വാട്ടർ ഹീറ്റർ ഡിവിഷനാണ് നോക്കുന്നത്. ഓരോരുത്തർ ഓരോ ഡിവിഷൻ്റെയാണ്. പടയണ്ടൻ സുച്ചേരി ഡിവിഷൻ. ഞാൻ ലൈറ്റിംഗ് ഡിവിഷനാണ്. ലൈറ്റിങ്ങിൽ തന്നെയാണ്. ലൂക്കറിന് സീലിംഗ് ഫാൻ ഡിവിഷനിലാണ്. ഞങ്ങൾ ഇപ്പം കേരളത്തിൽ വൺ ഓഫ് ദി ലീഡിങ് ലൈറ്റിംഗ് സൊല്യൂഷനും നമ്മുടെ ഇപ്പോൾ BLDCയിൽ പുതിയ ടെക്നോളജിയിൽ നമ്മൾ ഫാന് കാര്യങ്ങൾ പിന്നെ സ്വിച്ച് ഗിയർ ഡിവിഷൻ വരുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു എമർജിങ് രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു അഫോർഡബിൾ പ്രൈസിൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു നല്ല സാധനങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരു മിഷൻ്റെ പുറത്ത് നമ്മൾ ഇപ്പം ബേസ് ചെയ്തിട്ടാണ് കമ്പനി വരുന്നത്. ഇപ്പം ലാർജ്ലി നമ്മൾ നന്നായിട്ട് ഇപ്പം നമ്മൾ ഗ്രോത്ത് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഒരു 30% ഇയർ ഓൺ ഗ്രോത്ത് നമ്മൾ കേരള മാർക്കറ്റിൽ നമ്മൾ അറിയപ്പെടുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു കസ്റ്റമർക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമർക്ക് ഏതിലും ലൈറ്റിങ്ങിൽ ഏത് ലെവൽ വരെയും നമുക്ക് കൊടുക്കാൻ തയ്യാറാണ് നമ്മളെ കമ്പനി വൈസ് പ്രൊഡക്റ്റുകൾ കസ്റ്റമൈസ് ചെയ്തിട്ടും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്രൊജക്റ്റ് ബേസായിട്ട് സൈറ്റുകളിൽ പോയിട്ട് നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം ഫാനുകളിൽ പുതിയ കുറച്ച് ലോഞ്ചസ് ഉണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ നമ്മുടെ ഫാനിൻ്റെ ടീം സംസാരിക്കും. നമ്മൾ ഫാനിനാണെങ്കിൽ പറയുകയാണെങ്കിൽ ലൂക്കറിൻ്റെ BLDC ഫാനുകൾ 2014 ലൂക്കർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരുപാട് ഡിവിഷൻസ് നമുക്കുണ്ട്. LED മുതൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എക്സോസ്റ്റ് ഫാനുകൾ വന്നു, പിന്നെ സീലിംഗ് ഫാനുകൾ വന്നു, വാട്ടർ ഹീറ്റർ, സ്വിച്ച് ഗിയർ, ഒരുപാട് ഡിവിഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BLDC പറയുക നമ്മൾ നോർമൽ ഇൻഡക്ഷൻ മോട്ടറിൽ നിന്നും BLDCയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് ബില്ലിലാണ് ഏറ്റവും നല്ലൊരു കൺസപ്ഷൻ വരുന്നത്. പിന്നെ നമുക്കുള്ളത് 75 വാട്ട്സിൻ്റെ മേലൊക്കെ ഇരുന്ന് ഓരോ ഫാൻ യൂസിങ് വരിക. നമ്മളൊരു വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ കൺസപ്ഷൻ വരിക ഫാനുകളിലായിരിക്കും. 10-12 മണിക്കൂറൊക്കെ ഒരു ദിവസം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ BLDCയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ പകുതിയിലേക്ക് വരും. കാരണം നമ്മൾ ഫുൾ സ്പീഡിൽ 5 സ്പീഡിലോ അല്ലെങ്കിൽ 6 സ്പീഡിലോ വർക്ക് ചെയ്യുമ്പോൾ ഒരു 28 വാട്ട്സാണ് BLDC ഫാനുകളുടെ കൺസപ്ഷൻ വരിക. അപ്പോൾ രാവിലെ സമയങ്ങളിൽ നമുക്ക് 3 സ്പീഡിലൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ 15 വാട്ട്സിന് താഴെ. അപ്പോൾ എന്ന് വെച്ചാൽ BLDCനാണ് 5 സ്റ്റാർ റേറ്റിംഗിൽ ഏറ്റവും കറണ്ട് കൺസപ്ഷൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ബ്രാൻഡിലേക്ക് ലൂക്കർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ BLDC ഫാനുകളായിക്കോട്ടെ, സ്വിച്ച് ഗിയർ ആയിക്കോട്ടെ, അങ്ങനെ ഫുൾ റേഞ്ച് ഫാനുകളും എല്ലാ പ്രോഡക്റ്റും നമുക്ക് ലൂക്കറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു അവസരം കിട്ടിയ ഈ പരിപാടിക്ക് ഒരുപാട് എഞ്ചിനീയേഴ്സും കാര്യങ്ങളും നമുക്ക് സ്റ്റാൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഡീലേഴ്സ് ആയാലും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്, പ്ലസ് ഡീലേഴ്സും ഉണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലാണെങ്കിൽ നമുക്ക് ലീഡിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സിറ്റികളിലും നമ്മൾ അവിടുത്തെ ഡീലേഴ്സുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത് പ്രൊഡക്റ്റ് എത്തിക്കുന്നത്, മാർക്കറ്റിൽ എത്തിക്കുന്നത്. ഹോൾസെയിൽ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ലാർജ് പ്രൊജക്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രസൻസ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറൗണ്ട് ഒരു കസ്റ്റമേഴ്സിൻ്റെ 4000 അബോ ഐറ്റംസ് ലൈറ്റിങ് വരുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഏത് രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആയാലും അവർക്ക് അഫോർഡബിൾ ചെയ്യാൻ ചെയ്യുന്ന രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ലൈറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ലൈറ്റിങ്ങിൻ്റെ ഇപ്പോൾ പുതിയ വീടൊക്കെ നിർമ്മിക്കുമ്പോൾ അവിടെ വീടൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ഒരു ആ രീതിയിലേക്കുള്ള അതെ, അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിൻ്റെ നമുക്ക് അതിൻ്റെ ഓട്ടോ കാർഡോ അല്ലെങ്കിൽ അതുപോലെ അവർ ഒരു ഡിസൈൻ നമുക്ക് തരുവാണെങ്കിൽ നമ്മൾ അതിലേക്കുള്ള ലൈറ്റിംഗ് സൊല്യൂഷൻ ആ വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായ ചിലവിൽ അത് ചെയ്ത് കൊടുക്കും. അത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കത് ഫുൾ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ലൈറ്റിംഗ് നമുക്ക് സൊല്യൂഷൻസ് അതിൻ്റെ ഡിസൈൻ വിത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ പേര് മുഹമ്മദ് മെഹബൂബ്. ഇർഷാദ്.
ഞങ്ങൾ POP വെച്ചിട്ടുള്ള സീലിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. POP വെച്ചിട്ട് നമുക്ക് സീലിങ്ങുകൾ അതേപോലെ മറ്റ് പാർട്ടീഷൻസ് അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മളെ കമ്പനി പേര് വരുന്നത് വൺഡോർ എന്നാണ്. അത് വളാഞ്ചേരി കോഴിക്കോട് റോഡിന് വന്നിട്ട് മാക്സിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെ കമ്പനി ഓഫീസുള്ളത്. നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ ഡ്രോയിങ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾക്ക് ചെയ്ത് കൊടുക്കും. നമുക്ക് ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട്. വളാഞ്ചേരി മാക്സിൻ്റെ ഓപ്പോസിറ്റ് സന്തോഷം. അതെ, തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. സീനിയർ ആയിട്ടുള്ള എഞ്ചിനീയർമാർ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരെ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഓരോ എക്സ്പോ ഉപകാരപ്രദമാണ്. അതെ, നമ്മൾ പുതിയ മെറ്റീരിയലും അതേപോലെ പുതിയ സിസ്റ്റമൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് അവർക്ക് പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ബെറ്ററാണ് തീർച്ചയായിട്ടും. നമ്മളിന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നമ്മളെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള ഹാരിയറാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ടിയാഗോ EVയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡ്രൈവ് പോയതാണ്. ഇത് നമുക്ക് ലാൻഡ് റോവറിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിലായിട്ടുള്ള D8 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. ഒമേഗ ആർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. നമ്മളെ ഭാരത് NCAP ടെസ്റ്റിൽ ഫസ്റ്റായിട്ട് 5 സ്റ്റാർ കിട്ടിയ വണ്ടിയാണ്. ഗ്ലോബൽ NCAP ടെസ്റ്റിലും 5 സ്റ്റാർ കിട്ടിയിട്ടുള്ളൊരു വെഹിക്കിളാണ് ഹാരിയർ. ഇന്ന് ഒരുപാട് ബിസിനസ്സുകാരും ആളുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻക്വയറീസും കാര്യങ്ങളും വന്നിട്ടുണ്ട് വെഹിക്കിളിന്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു EVയുടെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ EVക്കും അത്യാവശ്യം എൻക്വയറീസ് വന്നിട്ടുണ്ട്. നമുക്കിത് ഭാരത് NCAP ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റിയോട് ഫസ്റ്റ് കിട്ടിയ വണ്ടിയാണ് ഹാരിയർ. നമുക്കിത് പുതിയ ഫേസ് ലിഫ്റ്റോട് കൂടി വന്നിട്ടുള്ള വണ്ടിയാണ് നമ്മൾ ഡെമോ വെച്ചിട്ടുള്ളത്. അതിലേറ്റവും ടോപ്പ് വേരിയൻ്റാണ്, ഫിയർലെസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മൾ ഡെമോയിൽ വെച്ചിട്ടുള്ളത്. നമുക്കിത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു 33.5 ലാക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഷോറൂം വരുന്നത് നമുക്ക് കോട്ടക്കൽ HMS ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ലെക്സോൺ ടാറ്റയുടെ ഷോറൂം വരുന്നത്. ടാറ്റയുടെ എല്ലാ വെഹിക്കിൾസും എല്ലാ പാസഞ്ചർ വെഹിക്കിൾസും അവിടെ അവൈലബിൾ ആണ്. നമുക്ക് EV വെഹിക്കിൾസും IC എൻജിൻസ് അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ടാറ്റയുടെ മാർക്കറ്റ് ഷെയറൊക്കെ വളരെയധികം മുമ്പത്തേനെ അപേക്ഷിച്ച് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റ കസ്റ്റമേഴ്സിനും നല്ലൊരു സർവീസും അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസുള്ളൊരു സർവീസ് സെൻ്റർ കൂടെ ഓപ്പൺ ആയിട്ടുണ്ട് കോട്ടക്കൽ. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം എൻക്വയറീസും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് കൺവേർഷൻ വരുമെന്ന് പ്രതീക്ഷിക്കണം. സന്ദർശിച്ചുകൊണ്ടിരിക്കണം, എല്ലായിടത്തും എത്തിയില്ല. കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള സ്റ്റാളുകളൊക്കെ ആവശ്യമാണ്. ആവശ്യമുണ്ട്, നാട്ടിൽ ആവശ്യമുള്ളതല്ലേ, ആവശ്യമുള്ള തന്നെയാണ്. വീട് നിർമ്മിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും, പുതുതായിട്ട് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടും. എവിടെ വരുന്നത്? ഞാൻ അവിടെ തന്നെ കാവുമ്പോഴും. തീർച്ചയായിട്ടും ലെൻസ്ഫെഡിൻ്റെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റി ഒരു മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഈ എക്സ്പോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഈ സാധാരണക്കാരായുള്ള ആളുകൾക്ക് വരാനും അതിനകത്ത് പുതിയ സംവിധാനത്തോടു കൂടിയുള്ള ഉപകരണങ്ങൾ പരിചയപ്പെടാനും നമ്മുടെ പുതിയ സംവിധാനങ്ങൾ ഈ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനൊക്കെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് തന്നെയാണ് ഈ എക്സ്പോയും ആയിട്ടുള്ള വളാഞ്ചേരിയിലെ ലെൻസ്ഫെഡിൻ്റെ ഏരിയ കമ്മിറ്റിയെ ഏറെ അഭിനന്ദിക്കുന്ന സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കില്ല, പുതിയ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഓൺലൈൻ സംവിധാനത്തോട് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ 1-ാം തീയതി ഇപ്പോൾ കേരളത്തിലാകെ മാറാൻ പോകുന്നു. എല്ലാം തന്നെ കടലാസ് രഹിതമായ സംവിധാനത്തോടു കൂടി പോകുമ്പോൾ നമ്മുടെ എൻജിനീയർ വിഭാഗം ലെൻസ്ഫെഡിൻ്റെ നേതൃത്വത്തിലോ അതൊരു മുൻകാഴ്ചയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ എക്സ്പോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള ആശംസ നേരുന്നു, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതെ, എൻ്റെ ഒരു ഫാമിലി കൊടുക്കുന്നതാണ്. നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നമ്മുടെ ഫാമിലിക്കും ഈ നിർമ്മാണ സാമഗ്രികളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയണ്ടേ. അപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ തുടങ്ങുക. അപ്പോൾ ആ നിലയ്ക്ക് കൊടുക്കുന്നതാണ്. നല്ലൊരു പരിപാടിയാണ്. അവരുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടികളോട് നമുക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് ആയിട്ട് വരും. ഇതൊക്കെ കണ്ട സ്വിച്ച് ബോർഡിൻ്റെ കാര്യം എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഒരു വീടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരു നല്ലൊരു എക്സ്പോ ആണ്. സൂപ്പറാണ്, അടിപൊളിയുണ്ട്, അടിപൊളിയാണ്, വളരെ ഗുണകരമാണ്. ഞാൻ ഒരുവിധം എല്ലാ സ്റ്റാളുകളും സന്ദർശിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻജിനീയേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനും എല്ലാം വളരെ ഉപകാരമായ രീതിയിലാണ്
ഗുണകരമായ രീതിയിൽ തന്നെയാണ് എല്ലാ സ്റ്റാളും ഒരുക്കിയിട്ടുള്ളത്. അതെ അതെ, മെമ്പർമാർക്ക് ഗുണകരമാണ്. ഇപ്പം ഞാൻ വാട്ടർ പ്യൂരിഫയറിൻ്റെ കാര്യങ്ങൾ കണ്ടു. അതെന്തായാലും ഏതൊരു കസ്റ്റമർ വരുമ്പോഴും അവരുടെ കിച്ചണിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു LED സംവിധാനത്തിൻ്റെ ഒരു സംഭവം കണ്ടു. അത് പുതിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ അതെ, ഞങ്ങളിപ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങളും നമ്മളിതൊക്കെ മുന്നേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ഉപകാരം തന്നെയാണ്. ഞാൻ മുഴുവൻ സ്റ്റാൾ കണ്ടു കഴിഞ്ഞിട്ടില്ല, 2-3 സ്റ്റാളും കൂടി കാണാനുണ്ട്. അതെ അതെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് മൊത്തമായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൽ തിരക്കായിരുന്നു, കാരണം ഞാൻ കാണുന്നതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണതും ഒക്കെ തിരക്ക് ഞാൻ കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നലെയും കൂടി ഭയങ്കര ടെൻഷനായിരുന്നു, ഏതൊരു സ്റ്റാളിൻ്റെ ഒരു വിഷയം പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു എന്നുണ്ടാവും, പക്ഷെ മൂപ്പൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നിലയിലെത്തി.